അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിൻ്റെ ആത്മീയ മക്കളെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലെ സുവിശേഷ ഭാഗം ഉണ്ണി ഈശോയ്ക്കെതിരെ ഉള്ള ഹെറോദോസിൻ്റെ ക്രൂരതയും തിരുക്കുടുംബത്തിൻ്റെ ഈജിപ്തിലേക്കുള്ള പലായനവുമാണ് വിവരിക്കുന്നത്. അധികാരമോഹത്താൽ അന്ധനായ ഹെറോദോസ് നിഷ്കളങ്കരായ ശിശുക്കളെ കൊന്നൊടുക്കുമ്പോൾ ദൈവം തൻ്റെ പുത്രനെ ദൂതൻ മുഖേന സംരക്ഷിക്കുന്നത് യൗസേ പിതാവിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. കഷ്ടപ്പാടുകളും ഭീഷണികളും നിറഞ്ഞ നമ്മുടെ ഈ ലോകത്ത് ദൈവം നിങ്ങളെയും എന്നെയും നമ്മൾക്ക് മനസ്സിലാകാൻ സാധിക്കാത്ത രീതിയിൽ നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മളെ നിത്യവും വഴി നടത്തുന്നു. ഈ വലിയ സത്യം ആണ് ഈ വേദഭാഗം നൽകുന്ന പ്രധാന പാഠം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും ഭയപ്പെടാതെ യൗസേ പിതാവിനെ പോലെ ദൈവഹിതത്തിന് പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കാൻ നാം സന്നദ്ധരാകണം. കർത്താവിൻ്റെ സ്വരത്തിനായി നാം കാതോർക്കണം. ഈ ലോകത്തിലെ ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വരം നാം കേൾക്കുന്നതിൽ നിന്ന് ഒരു തടസ്സമായി നിൽക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. നമ്മളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പല ഡിസ്ട്രാക്ഷൻസ്, നമ്മുടെ ഇൻസെക്യൂരിറ്റീസ്, നമ്മൾ തന്നെ വിഗ്രഹമായി പ്രതിഷ്ഠിച്ച പല കാര്യങ്ങൾ, സ്വത്തായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, സ്ഥാനമാനങ്ങളായിക്കോട്ടെ, ലൗകിക ജഡികാസക്തികളായിക്കോട്ടെ, ഇവയെല്ലാം ദൈവിക സ്വരം നാം കേൾക്കാണ്ടിരിക്കാൻ തടസ്സമായി നിൽക്കും. നാം എളിമപ്പെട്ട് അഹങ്കാരം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ താഴ്മയോടെ ചരിക്കുമ്പോൾ നമ്മളുടെ അപ്പൻ്റെ സ്വരം നമുക്ക് വൃത്തിയായി കേൾക്കാൻ സാധിക്കും. ലോകത്തിൻ്റെ തിന്മകൾക്കും സ്വാർത്ഥതയ്ക്കും അന്ത്യമുണ്ടാകുമെന്നും കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായ 2-ാം വരവ് അടുത്തിരിക്കുന്നു എന്നും ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹെറോദോസിനെ പോലെ ഭൗതിക നേട്ടങ്ങൾക്കായി പാപം ചെയ്യുന്നവരാകാതെ അനുതാപത്തോടെ ദൈവത്തിങ്കലേക്ക് തിരിയാൻ നമുക്ക് കടമയുണ്ട്. അത് നമ്മളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വമാണ്. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ സകല ലോകഭയങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കും. നാം ഈ ലോകത്തിനോട് അനുരൂപരാകരുത്. പ്രത്യാശയുടെ കർത്താവിനെ നമുക്ക് കാത്തിരിക്കാം. അവിടുത്തെ സ്നേഹവും കരുണയും നമ്മെ നിത്യജീവനിലേക്ക് നയിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.